ഫേസ്ബുക്ക് വഴി അമ്മയുടെ ഇത് കണ്ടിരുന്നു, വീഡിയോസ് കണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാം, അത്രയും ആരാധന മൂത്തിരിക്കുവാണെന്നുള്ളത് അതിൽ നിന്ന് പല വഴിക്കോ നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇവരുടെ വാർഡ് മെമ്പർ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു നിവൃത്തി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഇതേപോലെ ഒരു ദിവസം ഇറങ്ങിയതാണ്. തപ്പി നോക്കാം, നമുക്ക് എവിടെയാണ് വെച്ച് കിട്ടണമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ആഗ്രഹമുണ്ടോ, ഇങ്ങനെ വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടാണ് പറയണത്, എനിക്ക് ആഗ്രഹമുണ്ട് മോളെ, എൻ്റെ എന്താ പറയുക, അന്ത്യാഭിലാഷമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് സാധിച്ചു തരാനായിട്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. പലരും വന്ന് ഇങ്ങനെ എടുത്തിട്ട് പോയി, വീഡിയോസൊക്കെ എടുത്തിട്ട് പോയി. പലരും ചോദിക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ എന്നെ മോശക്കാരിയാക്കി. എനിക്കൊന്നും വേണ്ട, ഒന്ന് കൂടെ നിന്ന് കണ്ടാൽ മതി, അല്ലാണ്ട് എനിക്കൊരു ഫോട്ടോ പോലും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ആ വഴിയാണ് ഞാൻ സീമ ചേച്ചിയെ കോൺടാക്ട് ചെയ്തത്. എനിക്ക് ഡയറക്റ്റ് സീമ ചേച്ചി ഒന്നും അറിയില്ല, എന്നാലും ശ്രമിച്ച് നോക്കാം, പുള്ളിക്കാരി ചെയ്യുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്.